എന്താ ഇത്ര താമസിച്ചേ? ആ വക്കീല് കുറെ നേരം പിടിച്ചിരുത്തി കളഞ്ഞു. എന്നിട്ടും പപ്പ നേരത്തെ വന്നല്ലോ. വന്ന് കേറിയ ഉടൻ ഗോപനങ്ങൾ പറഞ്ഞു അപ്പു ഇപ്പൊ ഉറങ്ങിയുള്ളൂ. എന്നിട്ടും പപ്പ കുറെ നേരം ഇവിടെ ഇരുന്നു. ദേ ഫ്രൂട്ട്സ് കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നുണ്ടല്ലേ. അല്പം മുമ്പ് പുറത്തിറങ്ങി ഗോപനങ്ങളോട് സംസാരിച്ച് തുടങ്ങിയപ്പോ സിസ്റ്റർ വന്ന് പറഞ്ഞു അപ്പൂസ് എഴുന്നേറ്റെന്ന്. ഗോപനങ്ങൾ എന്തു പറഞ്ഞു? എനിക്ക് എന്താണെന്ന് പറഞ്ഞു? ഇന്നലെ വൈകുന്നേരം നമ്മൾ കുറെ നേരം വെള്ളത്തിൽ കളിച്ചില്ലേ, ആ നീരിറങ്ങിയതിന്റെ പനിയാണെന്ന് പറഞ്ഞു. ഇന്നും നാളെയും കംപ്ലീറ്റ് റെസ്റ്റ് എടുത്താൽ മാറിക്കൊള്ളുന്നു പറഞ്ഞു. അപ്പൊ പിന്നെയും മൂക്കിന്ന് ചോര വന്നതോ? അത് കാര്യമാക്കേ വേണ്ടെന്ന് പറഞ്ഞു. കുട്ടികൾക്ക് ഈ ക്ലൈമറ്റ് ചേഞ്ചിൽ ഉണ്ടാകുന്ന അത്രേ. അപ്പോ ഈ മരുന്ന് കുടിച്ചോളൂ. കുറച്ചു മുമ്പ് ഈ മരുന്ന് കുടിച്ചിട്ടാ ഞാൻ ഉറങ്ങിപ്പോയത്. ഉറങ്ങിക്കോ, നല്ലതാ. എളുപ്പം പനി മാറി കിട്ടും. പനി മാറിയിട്ട് വേണം ഒന്ന് ചുറ്റാനൊക്കെ പോവാൻ, അല്ലേ പപ്പാ? നേരെ കിടത്തട്ടെ? വേണ്ട. പപ്പാ പനി കുറഞ്ഞു പപ്പാ? ഇന്നലത്തേൽ ഒരുപാട് കുറഞ്ഞു. ഇന്നലെ ഗോവനങ്ങൾ ചോദിച്ചില്ലേ ഇവിടെ ഒക്കെ വേദനയുണ്ടോന്ന്? ഇപ്പൊ അവിടൊക്കെ നല്ല വേദനയുണ്ട്. അത് പനിയുടെ അപ്പൂസേ. പനി കുറയുമ്പോ വേദനയും മാറും. പപ്പ നേരെ കിടത്തട്ടെ? എന്താലോചിക്കാപ്പോ? ഇന്നലെ ഞാൻ മമ്മിയെ സ്വപ്നം കണ്ട്. മമ്മി എന്റെ അടുത്ത് വന്നിരുന്ന് ചോദിക്കുക വരുന്നില്ലേന്ന്. എങ്ങോട്ട് വരുന്നില്ലേന്നാ പപ്പ മമ്മി ചോദിച്ചത്. എങ്ങോട്ടും അല്ല, സ്വപ്നമല്ലേ, അങ്ങനൊക്കെയാ. ഒരിക്കലും മിന്നു പറയാ പപ്പയുടെയും മിന്നുവിന്റെയും നടുക്കിരുന്ന് ഞാനങ്ങ് സ്പീഡ് ബോട്ടിൽ ദൂരെ പോകുമ്പോ മമ്മിയെ കാണാൻ പറ്റുമെന്ന്. നേരാണോ പപ്പ? മിന്നുവിനെ എന്നെ ഒന്ന് സ്പീഡ് ബോട്ടിൽ കൊണ്ടുപോവാ പപ്പ? കൊണ്ടുപോകും. പ്രോമിസ്? പ്രോമിസ്. പപ്പ ഇപ്പൊ വരും. എങ്ങനെയുണ്ട് അപ്പു? ഫൈൻ. ഹൗ ആർ യു അങ്കിൾ? വെരി ഫൈൻ. അപ്പു ഇന്നലെ നന്നായിട്ട് ഉറങ്ങിയ? എവിടെ പപ്പ? എവിടെ? ഞാനിവിടെ ഉണ്ട്. ആ ഇതെന്താ ഇത്? അപ്പുവിന് ലേശം പനി വന്നു വെച്ച് ബാലു അവന്റെ അടുത്തൊന്നും മാറുന്നില്ലല്ലോ. ഓ, പപ്പയുടെ ഒരു സ്നേഹം. ഏതായാലും പപ്പയെ ഞാൻ കുറെ നേരത്തേക്ക് അങ്ങോട്ട് കൊണ്ടുപോവുക. അപ്പുവിന് ലേശം സ്വസ്ഥത കിട്ടട്ടെ. വാ. പപ്പാ മിന്നുവിനോടൊന്ന് പറയോ എനിക്ക് പനിയാണെന്ന്? അപ്പൊ മിന്നു വരും. പറയാം, മിന്നു വരും, തീർച്ചയായും വരും. അപ്പോ ഗോപ, ഞാൻ പോയിട്ട് വരാം. എങ്ങോട്ട്? ആ മീനാക്ഷി എങ്ങനെയെങ്കിലും ഒന്ന് കൊണ്ടുവരണം, ഇല്ലെങ്കിൽ അത് ശരിയാവില്ല. ബാലു തന്നെ പോണോ? ഞാൻ വേണമെങ്കിൽ പോയി എങ്ങനെങ്കിലും നിർബന്ധിച്ചു കൊണ്ടുവരാൻ. വേണ്ട, ഞാൻ തന്നെ പോവാം. ബാലു, ഡോക്ടർ മേനൻ നാളെ തന്നെ എത്തും. രാവിലെ 7 മണിക്കാണ് ഓപ്പറേഷൻ. ആയിക്കോട്ടെ. അതിനു മുമ്പ് വേണ്ടപ്പെട്ടവരൊക്കെ ഒന്ന് അറിയിക്കണ്ടേ?
ഏറ്റവും വേണ്ടപ്പെട്ടവനല്ലേ ഗോപ കട്ടിലേക്ക് കിടക്കുന്നു. അവനെ തിരിച്ചു തന്നേക്കണേ ഗോപ, എന്റെ പൊന്നുമോനെ തിരിച്ചു തന്നേക്കണേ. എന്താ? കാലിൽ വീണൊരു സഹായം ചോദിക്കാനാണ് ഞാൻ വന്നത്. ആ സഹായം രുദ്രൻ എനിക്ക് ചെയ്തു തന്നേ പറ്റൂ. മരണം വരെ ഞാനത് മറക്കില്ല. എന്റെ മോൻ അപ്പൂന് സുഖമില്ല, ആശുപത്രിയിലാണ് അവൻ. നാളെ രാവിലെ 7 മണിക്ക് അവന്റെ ഓപ്പറേഷനാണ്. ഓപ്പറേഷന് മുമ്പ് മീനാക്ഷി ഒന്ന് കണ്ടാൽ കൊള്ളാമെന്ന് അവൻ പറഞ്ഞു. എങ്ങനെയും വിളിച്ചോണ്ട് ചെല്ലാമെന്ന് ഞാൻ ഏൽക്കുകയും ചെയ്തു. കുറെ നേരത്തേക്ക് അവന്റെ അരികെ വന്നിരിക്കാൻ മീനാക്ഷിയോടൊന്ന് പറഞ്ഞു. ഇതെന്ത് കളിയാ? മിസ്റ്റർ, ഇന്ന് രാത്രി അവളുടെ കല്യാണമാണ്. കല്യാണ പെണ്ണിനെ എങ്ങനെ പുറത്തേക്ക് വിടുക? രുദ്ര പ്ലീസ്, ഒരു അല്പനേരത്തേക്ക് മതി. എന്റെ മനസ്സിന്റെ വേദന രുദ്രൻ അറിയാത്തോണ്ടാ. എന്റെ മോന്റെ ജീവന്റെ നല്ല രുദ്രൻ അറിയാത്തോണ്ടാ. ഞാൻ അറിഞ്ഞു അറിയാതെയും ചെയ്ത എല്ലാ തെറ്റുകളും പുറത്തതാ. രുദ്രൻ എന്നോടൊപ്പം വാ. പരസ്യമായിട്ട് ഞാൻ മാപ്പ് പറഞ്ഞ് രുദ്രന് വേണ്ടി എന്തൊക്കെ ചെയ്യാമോ അതൊക്കെ ചെയ്യാം. അതും പോരെങ്കിൽ ഇന്ന് എനിക്കുള്ളത് മുഴുവൻ ഞാൻ രുദ്രന് തരാം. ഇത് വെറും ഭംഗിവാക്കല്ല. മതി സാർ, ഒരു വാക്കും പറയണ്ട. മീനാക്ഷി അയക്കില്ല. രുദ്ര പ്ലീസ്. അധികം വർത്താനം പറയാതെ വേഗം പോയിക്കോളൂ, അതാ നല്ലത്. അമ്മേ, ഒരല്പനേരത്തേക്കെങ്കിലും മീനാക്ഷി ഒന്ന് വിട്ടു തരാൻ പറയാമേ. രുദ്ര, തള്ളേ, അനാവശ്യം പറഞ്ഞ ആ നാക്ക് ഞാൻ പിഴുതെടുക്കും. എടോ, താൻ ഇവിടുന്ന് ഇറങ്ങുന്നുണ്ടോ അത് ഞാൻ തല്ലി ഇറക്കണോ? ബാലു സാറേ, ഞാനൊരു രാഷ്ട്രീയക്കാരൻ. ശാശ്വതമായ വൈരാഗ്യം എനിക്ക് ആരോടുമില്ല. ബാലു സാറിനോട്. എന്നെ സാറിന് വേണ്ടെങ്കിലും സാറിനെ എനിക്ക് വേണം. സാറിന് വേണ്ടി എന്തും എവിടെയും എപ്പോഴും ചെയ്യാൻ ഞാൻ തയ്യാറാണ്. പക്ഷേ എങ്കിലും മീനാക്ഷിയുടെ കാര്യത്തിൽ ഞാൻ പറഞ്ഞല്ലോ, ഇന്ന് രാത്രി 10 മണി കഴിഞ്ഞോട്ടെ സാറ് പറയുന്ന സ്ഥലത്ത് ഞാൻ കൊണ്ടാക്കി തരാം. കാരണം 10 മണി കഴിഞ്ഞാല് അവൾ എന്റെ ഭാര്യയാണല്ലോ. ഇപ്പൊ അവളുടെ കാര്യം തീരുമാനിക്കുന്ന രുദ്രന. ഞാൻ എങ്ങനെ ഇടപെടാൻ? വയസ്സാം കാലത്ത് അവൻ എനിക്കൊരു സഹായം ചെയ്തു തരിക. അതിനിടയ്ക്ക് ഞാൻ അവിടെ പോയി അവനെ ബുദ്ധിമുട്ടിക്കാൻ നോക്കൂ? സാറ് പറ. സാറേ, പിണങ്ങല്ലേ? ഈ കല്യാണം വല്ല ജാതി